ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് മസാല ദോശ ഉണ്ടാക്കിയാലോ. ഞായറാഴ്ചയല്ലേ, അപ്പോൾ സൺഡേ സ്പെഷ്യലായിട്ട് നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കാം. ഒന്നല്ല, 2-3 ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ 2 ഉരുളക്കിഴങ്ങും ഒരു 2 മീഡിയം സൈസ് സവാള ഉണ്ടെങ്കിൽ നമുക്കൊരു 3 പേർക്ക് സുഖമായിട്ട് 3-4 പേർക്ക് കഴിക്കാം കേട്ടോ മസാല ദോശ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മസാല ഒരു 3-4 പേർക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് മസാല ദോശ ഉണ്ടാക്കുന്നത്, സവാള നമ്മൾ കടുക് വറുത്തിട്ട് കറിവേപ്പിലയും ഒക്കെ കൂടി കടുക് വറുത്തിട്ട് സവാള നമ്മൾ അതിലേക്ക് അരിഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഇടുക. പച്ചമുളക് ഇടാൻ മറക്കരുത്, ഉപ്പിടാൻ മറക്കരുത്. എന്നിട്ട് ഒരു ബ്രൗൺ കളറ്, വല്ലാതെ ബ്രൗൺ ആവണ്ട, ഒരു ഇളം ബ്രൗണൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേറെ വേവിച്ചിട്ട് പിന്നെ കുക്കറിൽ വേണമെങ്കിൽ വേവിക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കഷ്ണമാക്കിയിട്ട് തൊലി കളയാതെ തന്നെ ഇട്ടിട്ട് വേവിക്കുക. 2 സൈസ് നമുക്ക് വേവിക്കാം. അതിന് ശേഷം നമ്മൾ ഇത് ഉടച്ച് ചേർത്തിട്ട് സ്മാഷ് ചെയ്യുക നല്ലോണം. എന്തുണ്ടെങ്കിലും ഫോർക്ക് കൊണ്ടോ നമുക്ക്, അല്ലെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. സവാള വഴറ്റുമ്പോൾ ഉപ്പ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അടിപൊളി മസാല റെഡി. പിന്നെ ദോശ നന്നായിട്ട് നല്ല നേരിയതാക്കിയിട്ട് പരത്തിയിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി മൊരിച്ചെടുത്തിട്ട് ഈ മസാല അതിൽ വെച്ചിട്ട് മടക്കി വെച്ചാൽ നമ്മുടെ മസാല ദോശ റെഡി. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല മസാല ദോശ നമുക്ക് ഹോട്ടലിൽ തന്നെ പോയി കഴിക്കണമെന്നൊന്നുമില്ല, വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അതെങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കാറുള്ളത്, മസാല എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കണേന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞത്. ഇതേമാതിരി തന്നെ പല മാതിരി ഉണ്ടാക്കും. ഇതിൽ വെളുത്തുള്ളിയൊന്നും ചേർക്കാൻ പറ്റില്ല. നമുക്ക് ബീട്രൂട്ട് ചേർത്താൽ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇന്ത്യൻ കോഫി ഹൗസിൽ ഒരു റെഡ് കളറിലാണ് ഉണ്ടാവുക. അതിൽ ബീട്രൂട്ടാണ് അവർ ചേർക്കുന്നത്. ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ വെറും പൊട്ടറ്റോയും സവാളയും പച്ചമുളകും മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്ക് മസാല ദോശ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസത്തേക്ക് എല്ലാവർക്കും